എനിക്കൊരു കോൺഫിഡൻസ് എന്നറിയാമോ? അല്ല, ഞാൻ എക്സിറ്റ് പോൾ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതല്ല. ഞാൻ ഈ രാഷ്ട്രീയ ചർച്ചകൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, അതിൽ പങ്കെടുക്കുന്ന കാലം മുതൽ പറയുന്ന ഒരു കണക്കുണ്ട്. അത് ഈ പറയുന്നത് പോലെ വളരെ നാരോ ആയ, വളരെ വേഫർ തിന്നായ, വളരെ പേപ്പർ തിന്നായ ഒരു മാർജിനെ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. 100 സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന UDF-നെയോ 90+ സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന CPM-നെയോ കണക്കിന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരമില്ല എന്നാണോ? ഒന്നാമത്തെ കാര്യം, എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അല്ല. അത് നമുക്ക് ഈ കണക്കുകൾ വെച്ച് വായിച്ചെടുക്കാവുന്ന ഒന്നാണ്. നമുക്ക് ഒരു പൊളിറ്റിക്കൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആശയപരമായി പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാകുന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. എനിക്ക് അങ്ങനെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അനുകൂലമായ ഒരു മനസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ എന്നെ അതൊന്ന് പറയാൻ അനുവദിക്കാൻ പറയുന്നത് ഒരു മിനിമം മര്യാദ. നോക്കൂ, ഈ കണക്കുകളിൽ നിന്ന് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെ എക്സിറ്റ് പോളിന്റെ ദിവസം അതാണോ വേണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ കണക്ക് ഈ എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് അങ്ങനോട് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യമായ എക്സിറ്റ് പോളിന്റെ നമ്പറിൽ നിന്ന് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ളതാണ്. ഇത് ഒരു ക്വസ്റ്റ്യൻ പറയൂ, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആൻസർ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ശരി, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചേർത്ത് ആൻസർ ചെയ്യണം. ശരി, അപ്പൊ ഇനി സമയം തരുമോ? ശരി, അപ്പോ ഈ ഒരു നാരോ മാർജിനിൽ ഒരു വിജയം ഏത് മുന്നണിക്കാണ് എങ്കിലും എന്നുള്ളതാണ് എൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പോരുമായി ബന്ധപ്പെട്ട ടേക്ക് നമ്പർ 1. ഇനി അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളുകളെല്ലാം ആ കണക്കിനോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്നത്. നോക്കൂ, ഞാനിപ്പം UDF-ന് മാത്രമാണ് ഈ 12 ഏജൻസികളും ഒരു എഡ്ജ് പ്രഖ്യാപിച്ചത് എന്നുള്ളതിനെ ഞാൻ വിചാരിക്കുന്നില്ല. ആ നിലയ്ക്ക് ഞാൻ സത്യമായിട്ടും വിചാരിക്കുന്നില്ല. പക്ഷെ അത് ആ സംഖ്യയോട് ചേർന്ന് നിൽക്കുന്ന, അതായത് കേവല ഭൂരിപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രഖ്യാപനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് യാഥാർത്ഥ്യ ബോധമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏജൻസികളുടേത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തേത്, എക്സിറ്റ് പോളുകളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു.